ഞാൻ വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ച് വരുമ്പോഴാണ് ഒരു വിചിത്രമായ സാധനം എന്താണെന്ന് അറിയണേ കുഞ്ഞേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കൊണ്ട് അടിച്ചു സാധനമാണെന്ന് അറിയാം, എന്തുകൂടാന്നറിയില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, പക്ഷേ ഒരെണ്ണത്തിനെ കാണുന്നില്ല. പുതിയ സ്പ്ലെൻഡറും ബുള്ളറ്റും ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മറന്നിട്ടു. അപ്പോൾ നമ്മുടെ തല പൊട്ടിച്ച് ആരെന്ന് കണ്ടില്ല. ഇപ്പോൾ സ്പ്ലെൻഡറിനെ രക്ഷിക്കാൻ വന്നതാ, നമ്മൾക്ക് പണി ചെയ്യുന്നുള്ളൂ. സ്പ്ലെൻഡർ അവിടെ കിടക്കുന്നുണ്ട്, ബുള്ളറ്റ് അവർ സ്റ്റാൻഡ് തട്ടിയിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പം നോക്കിയപ്പോൾ മനസ്സിലായേ, അതൊരു എരുമയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എരുമയോ കാളയോ പോത്തോ ഇതിലേതൊരെണ്ണാണ്? എരുമയോ കാളയോ പോത്തോ ഇതിലേതാണ് മച്ചാമാരെ? കാണുന്നില്ല ഒരെണ്ണത്തിനെ. ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം, ഞാൻ ബൈക്ക് ഓടിച്ചിരുമ്പോൾ കണ്ടതാണ്, പക്ഷെ ഇപ്പം കാണുന്നില്ല. എന്തായാലും അതിന് നമ്മൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അതിനൊന്നെങ്കിൽ നമ്മൾ കൊല്ലണം. അതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. അത് നമ്മുടെ പിന്നാലെ കുത്താൻ വേണ്ടി ഓടി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു തോക്ക് എടുക്കണതിന് മുന്നേ എടുക്കാൻ പോണ തോക്ക് ഏതാണെന്ന് വെച്ചാലേ, നമ്മുടെ ഒരു ഫേവറേറ്റ് തോക്കാണ് എയിമിങ്. ഉണ്ടാ ഈ തോക്കെടുത്ത് അടിച്ച് എന്തായാലും അത് ഉറപ്പായിട്ട് ചാവരുത്. നമുക്ക് കുത്താൻ വന്നാൽ മാത്രം മതി, ചാവരുത്. ഇപ്പോൾ കുറച്ച് എൻ്റെ കൊല്ലാം. നമ്മൾ ബുള്ളറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് വെടി വെച്ചില്ലെങ്കിൽ നമുക്ക് പണിയാവും. നമ്മളത് കുത്താൻ വരും, അപ്പോൾ നമ്മൾ ചാകും. കാരണം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ സ്പീഡ് വരില്ലേ, ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വെടിയും കൊള്ളുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു വെടി കൊണ്ട് അപ്പം ഓടി വരും കേട്ടോ, ഉറപ്പാണ്. അടുത്ത വെടി ചെയ്യാം, അതും കൊള്ളുന്നില്ല മച്ചാമാരെ. എന്തായാലും വീണ്ടും വെടി വെച്ച് നോക്കാം, അതും കൊള്ളുന്നില്ല. എന്തായാലും കൊള്ളും, എപ്പോഴാന്ന് മാത്രം അറിയില്ല. നമ്മുടെ കാറ് വെടിക്കുന്നുണ്ടോ, അത് ഞാൻ കൊടുത്തിട്ടില്ലായിരിക്കും. അപ്പോൾ കൊണ്ടുണ്ട് ഭാഗ്യത്തിനത് വെള്ളത്തിക്കാ പോയേ, അതുകൊണ്ട് പേടിക്കണ്ട, അതിന് പുറത്തിറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ പടയി കിടക്കണമായിരുന്നു. കണ്ടാ, നമ്മൾ കുത്താനുള്ള ദേഷ്യം വെള്ളത്തിനോട് തീർക്കുക. നമ്മൾ അടുത്ത് പോയി അപ്പം നമ്മുടെ കഥ തീരും. എന്തായാലും പുറത്തു പോയി നോക്കാം. നമ്മുടെ മറ്റേ ഇതിൻ്റെ കൂടെ വന്നേ, അതവിടെ പുറത്തുണ്ടോ നോക്കാം. അത് നോക്കിയേ, നമ്മൾ സ്റ്റാൻഡറാണ് കണ്ട, ഫ്രണ്ടൊക്കെ പൊന്തിച്ചിട്ട് പോണേ. എന്തായാലും സീനാണ്. നമ്മൾ ഫ്രണ്ടൊക്കെ പൊന്തിക്കുന്നുണ്ട്, പക്ഷെ വണ്ടി മാത്രം മര്യാദയ്ക്ക് ഓടുന്നില്ലേ. ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല ദൂരത്തേക്ക് എങ്ങനെ പോയിണ്ടാവും. വണ്ടിയൊന്നും നേരെ ചുവവായോ, കണ്ണൊന്നും കാണില്ലേ ഡ്രൈവർക്ക്. വീണ്ടും ഇടിച്ചോണ്ട് കാണും. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നില്ല. ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. അതിനൊരു സ്ഥലം കൂടി നോക്കാണ്ട്, അവിടെ നമ്മൾ നോക്കിയിട്ടില്ല. എന്താ വീണ്ടും ഈ വണ്ടിക്കാരനെന്താ ഓടിക്കറിയില്ല വണ്ടി. എന്തായാലും നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് പോത്തിൻ്റെ കഥ തീർക്കാം. പോത്താണോന്നറിയില്ല, എന്തായാലും പോത്തിനെ വിളിക്കാം. ഇതിന് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ വർക്ക് ചെയ്യാം. ഓടിച്ചെന്ന് വീടിൻ്റെ ബാക്കൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കാട്ടി തരട്ടെ, ഞാൻ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ കുത്താൻ വേണ്ടി വരുന്ന കാണിച്ചു തരാം. അത് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ പിന്നാലെ വരും അത് കുത്താൻ വേണ്ടിയിട്ട്. മച്ചന്മാരെ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ കുത്താൻ വരണേ? എങ്ങാനും ഇത് പുറത്തേക്ക് ഏടിയാൽ നമ്മുടെ കഥ തരും. എന്തായാലും ബാക്കിലും കൂടി നോക്കി നോക്കാം, ചിലപ്പോൾ അവിടെ എങ്ങാനും ഉണ്ടെങ്കിലോ. ഇവിടെ ഇല്ല. ഇനി നമുക്ക്
അതിന് നമുക്ക് വെട്ടാൻ കൊടുക്കാം കേട്ടോ. നമുക്ക് കറി വെച്ച് കഴിക്കാം. നമുക്കതിന് വെട്ടാൻ കൊടുക്കണമെങ്കിൽ പിന്നെ അതിന് കൊല്ലണ്ടേ. നമുക്ക് കൊല്ലാനായിട്ട് നമ്മുടെ തോക്കെടുക്കാം കേട്ടോ. നേരത്തെ വെടിച്ച തോക്ക് തന്നെ. അത് പറ്റിയില്ല നമുക്ക് വേറെ തോക്കെടുക്കാം. നമ്മൾ വെടി വയ്ക്കാൻ പോവാണ്. കറക്റ്റ് ഹെഡ് ഷോട്ട് നോക്കിയാണ് നടക്കുന്നില്ല വെടി വയ്ക്കാൻ. പിന്നെ അടുത്ത് വെടിച്ചോ അതിന് തീർക്കാൻ വന്നിട്ട് നമ്മളാണ് തീർന്നത്.